എനിക്ക് നേർച്ച പറഞ്ഞിട്ടാണ് എന്നെ അച്ഛൻ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. ഞാനിൻ്റെ ചെറുപ്പത്തിൽ ശബരിമലയിൽ പോയിട്ടുണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പോകണം എന്ന് ആഗ്രഹിച്ചിട്ട് അച്ഛനോട് പറഞ്ഞിട്ട് അങ്ങനെ പോയൊരു കാര്യമൊന്നുമല്ല കേട്ടോ. എനിക്ക് നേർച്ച പറഞ്ഞിട്ടാണ് എന്നെ അച്ഛൻ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പം അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് പോയിട്ടുള്ള എൻ്റെ കുറച്ച് ഓർമ്മകൾ ഞാൻ പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ എണീറ്റ് കുളിക്കുക, പിന്നെ ശരണം വിളിക്കുക, അങ്ങനത്തെ കാര്യത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. ആ ഒരു പ്രായത്തിൽ നമുക്ക് അതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ഞാൻ മലയ്ക്ക് പോകാൻ മാലയിട്ട സമയത്ത് എൻ്റെ പ്രായത്തിലുള്ള 2-3 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോയിട്ട് പിന്നെ മാലയിട്ട സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ പോയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ കന്നിസ്വാമി ആയതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആദ്യമായിട്ട് പോകുമ്പോൾ പേട്ടതുള്ളൽ, പിന്നെ ഒരു അരിയുണ്ട പോലത്തെ സാധനമൊക്കെ നമ്മൾ കാട്ടിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കൂട്ടോ. എന്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയ്ക്ക് കയറുമ്പോൾ നമ്മുടെ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അയ്യപ്പനെ കാണുക എന്നുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ 18-ാം പടി കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു സന്തോഷമാണ്. അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. 18-ാം പടി കയറുന്ന സമയത്ത്, പിന്നെ ഞാനൊക്കെ ചെറുതാണ്, ഞാനൊരു 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പോയത്. എന്നാലും ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പടി കയറുന്ന സമയത്ത് ഈ സൈഡിൽ കുറേ പോലീസുകാർ നിൽക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ അവർ ഇങ്ങനെ എടുത്തിട്ട് ഒരാളുടെ കയ്യിലേക്ക് കൈമാറുന്നു. അങ്ങനെ കൈമാറി അങ്ങനെയാണ് കേട്ടോ ഞാൻ പോയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ അയ്യപ്പനെ കണ്ട് തൊഴുത് അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ നമ്മൾ നടക്കുന്ന പിന്നെ അയ്യപ്പനെ കണ്ട് ഇങ്ങനെ വലം വെച്ചിട്ടാണല്ലോ വരിക. ആ സമയത്ത് അവിടെയൊക്കെ മൊത്തം ചില്ലറ പൈസ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പിന്നെ ഭാഗ്യമാണെന്നോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കില്ല. നമുക്ക് മാറ്റി പോകാൻ പറ്റി, അത്രയും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ശരിക്കും അതൊരു ഭാഗ്യം തന്നെയാണ്. എത്രയോ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ. കുഞ്ഞു പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ആ ഒരു ചെറുപ്പകാലത്ത് അതൊന്ന് ആ ശബരിമലയ്ക്ക് പോകുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. പിന്നീട് കുറച്ച് വലുതായി കഴിയുമ്പോൾ അവർക്ക് ഓർക്കാൻ ഒരു നല്ല കാര്യമായിട്ടായിരിക്കും അതുണ്ടാവുക. നമുക്ക് ഒരിക്കലെങ്കിലും പോകാൻ പറ്റി എന്നുള്ളത് അത് ശരിക്കും മനസ്സിനൊരു സന്തോഷം തരുന്ന കാര്യം തന്നെയായിരിക്കും.